നാസയെ ഞെട്ടിച്ച ലോകത്തെ വിറപ്പിച്ച ഒരു 15 വയസ്സുള്ള ഹാക്കറെ നിങ്ങൾക്കറിയാമോ? US-ൽ എന്തിനാണ് ഇതുപോലെ മരിച്ചവരുടെ ശരീരങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്? ഒരിക്കൽ ഇന്ത്യയിൽ നടന്ന 251 രൂപ മൊബൈൽ തട്ടിപ്പ് ഇന്ന് എത്ര പേർക്ക് ഓർമ്മയുണ്ട്? നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും ആപത്തായ മൃഗങ്ങളുടെ നാടെന്നറിയപ്പെടുന്നത് എവിടെയാണ്? ഇതുപോലെയുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചിലപ്പോൾ ഈ ഒരു പിക്ക് കാണുമ്പോൾ ഒരു വലിയ സ്റ്റേഡിയത്തിൽ പാർട്ടി നടക്കുന്നതായും അത് കാണാൻ ഒരുപാട് പേർ നിൽക്കുന്നതായും തോന്നും. എന്നാൽ അത് അങ്ങനെയല്ല. കോട്ടൺ ചെടികൾ മെഷീൻ ഉപയോഗിച്ച് മുറിച്ചു മാറ്റുന്നതാണ് നമ്മളീ കാണുന്നത്. ഇത് ഈ പിക്ക് എടുത്ത ആളുടെ മിടുക്കത്ത് വേണം പറയാൻ. 2050-ൻ്റെ തുടക്ക സമയങ്ങളിൽ നമ്മൾ താമസിക്കുന്ന വീടുകൾ എല്ലാം തന്നെ പറന്നു നടക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ ചൈനയിൽ മാഗ്നറ്റിക് സിസ്റ്റം എന്ന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പറക്കുന്ന വീടുകളെന്ന ടെക്നോളജിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. ചൈനയിൽ ഇത് വിജയകരമായി പൂർത്തിയാക്കിയാൽ ഉടൻ തന്നെ ഇന്ത്യയിലേക്കും ഇത് കൊണ്ടുവരും. US-ൽ നിരവധി ഡെഡ് ബോഡീസ് ഇതുപോലെ ലിക്വിഡ് നൈട്രജനിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഭാവിയിൽ മരണത്തിനുള്ള മരുന്ന് കണ്ടുപിടിക്കുമെന്നും അതുകൊണ്ട് തന്നെ അത് വെച്ച് ഈ ഡെഡ് ബോഡീസിന് ജീവൻ നൽകാൻ കഴിയുമെന്നും ഇവർ പറയുന്നു. ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന നമ്മളും ഇതിന് ഇരയായിട്ടുണ്ടാകാം. 2017-ൽ ഒരു കമ്പനി 251 രൂപയ്ക്ക് സ്മാർട്ട് ഫോൺ നൽകുന്നു എന്ന വ്യാജ വാർത്തയുമായി വരികയുണ്ടായി. ഇതറിഞ്ഞ് ലക്ഷക്കണക്കിനുമുള്ള ആളുകളാണ് മുൻകൂറായി ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തത്. എന്നാൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത ആർക്കും തന്നെ മൊബൈൽ കിട്ടിയിരുന്നില്ല. ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നായി ഇതിനെ കണക്കാക്കുന്നു. പ്രധാനമന്ത്രി മോദിയുടെ ഫോട്ടോയായിരുന്നു ഇവർ അഡ്വർടൈസ്മെൻറ്റിനായി ഉപയോഗിച്ചിരുന്നത്. ജംബോ ജെറ്റ്, ഒരു പക്ഷേ ഇതിനെ സിനിമകളിലോ അല്ലാതെയോ നമ്മൾ കണ്ടു കാണും. എന്നാൽ ഈ ജംബോ ജെറ്റിൽ ഒറ്റത്തവണ ഫില്ല് ചെയ്യുന്ന ഫ്യുവൽ ഒരു സാധാരണ കാറിൽ ഫില്ല് ചെയ്താൽ നമുക്ക് ആ കാർ വെച്ച് ഈ ലോകം മുഴുവനും 4 തവണ ചുറ്റാൻ കഴിയും. ഏൻഷ്യൻ്റ് ഈജിപ്തിൽ പണ്ട് ഒരു വിചിത്രമായ ആചാരമുണ്ടായിരുന്നു. ഓപ്പറേഷൻ നടത്തുന്ന ഏതൊരു ഡോക്ടറായിരുന്നാലും ഓപ്പറേഷന് ശേഷം ആ പേഷ്യൻ്റ് മരണപ്പെട്ടാൽ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറിൻ്റെ കൈ 2 തുണ്ടായി വെട്ടിമുറിക്കുമായിരുന്നു. ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത ഡോക്ടറിൻ്റെ കൈ പിന്നെ എന്തിനാണ് എന്നായിരുന്നു അവർ ചോദിച്ചിരുന്നത്. നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് മാക്ഡൊണാൾഡ്സിൽ ഓരോ സെക്കൻഡിലും ഏകദേശം 75 ബർഗർ വരെ വിറ്റുപോകുന്നു. ഇവിടെയുള്ള ജോലിക്കാർ 7 മാസം കൊണ്ട് വാങ്ങുന്ന ശമ്പളം ഇതിൻ്റെ CEO കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് സ്വന്തമാക്കുന്നു. ഓരോ 6 മാസത്തിനിടയ്ക്കും ഇലോൺ മസ്ക് തൻ്റെ കയ്യിലുള്ള ഫോൺ മാറ്റി പുതിയൊരെണ്ണം വാങ്ങുന്നു. ചിലപ്പോൾ മുൻപ് ഉപയോഗിച്ച മോഡൽ ഫോൺ തന്നെ വീണ്ടും വാങ്ങി യൂസ് ചെയ്യുന്നു. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇലോൺ മസ്ക് ഇതിനുള്ള ഉത്തരം ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ പലരും പറയുന്നത് നോക്കിയാൽ മൊബൈൽ ഡാറ്റ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ്. ഓസ്ട്രേലിയ നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും അപകടകാരികളായ ജീവികളുടെ നാടെന്നാണ് ഓസ്ട്രേലിയ അറിയപ്പെടുന്നത്. എന്തെന്നാൽ ഓസ്ട്രേലിയയിലുള്ള 82% ജീവികളും മനുഷ്യജീവന് ആപത്താണ്. എത്രത്തോളം ആപത്താണെന്ന് ചോദിച്ചാൽ ഒരു വലിയ പാമ്പിനെ വരെ കൊല്ലാൻ കഴിയുന്ന ചിലന്തികൾ വരെ ഓസ്ട്രേലിയയിലുണ്ട്. പണ്ടൊരിക്കൽ 1999-ൽ നാസയുടെ മുഴുവൻ കമ്പ്യൂട്ടറും ഷട്ട് ഡൗൺ ആവുകയുണ്ടായി. കാര്യം തിരക്കിയപ്പോൾ ജൊനാഥൻ ജെയിംസ് എന്ന ഈ 15 വയസ്സ് പയ്യനാണ് നാസയുടെ മുഴുവൻ സിസ്റ്റവും ഹാക്ക് ചെയ്തത്. അവിടെ കൊണ്ടും അവൻ നിർത്തിയില്ല. US-ൻ്റെ ഡിഫൻസ് സിസ്റ്റമായ ദി പെൻറ്റഗണും അവൻ ഹാക്ക് ചെയ്തു. 2000-ൽ പോലീസ് ഈ പയ്യനെ കണ്ടുപിടിക്കുകയും ഹൗസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് 2008-ൽ ഈ പയ്യനെ 24 വയസ്സായപ്പോൾ സ്വന്തം തോക്കിൽ നിന്ന് വെടിവെച്ച് മരണപ്പെട്ടു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇത്ര മാത്രമാണ്. ഇതുപോലെ മറ്റൊരു വീഡിയോ കാണുന്നവരെ see you.